സർഗാത്മക പ്രതിഭ കൊണ്ട് മലയാള സാഹിത്യത്തെ ജനകീയമാക്കിയ എഴുത്തുകാരനാണ് ബെന്യാമിൻ. ആടുജീവിതത്തിൽ തുടങ്ങി മഞ്ഞവെയിൽ മരണങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, നിശബ്ദ സഞ്ചാരങ്ങൾ, അങ്ങനെ മലയാളി വായനയെ ആഘോഷമാക്കി മാറ്റിയ എത്രയെത്ര നോവലുകൾ. 2000 പുറത്തിറങ്ങിയ യൂത്തനേസിയ എന്ന കഥാസമാഹാരത്തിൽ ആരംഭിച്ച് ഇന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കണ്ടശ പ്രസിദ്ധീകരിക്കുന്ന മൾബറിയിൽ എത്തി നിൽക്കുമ്പോൾ ബെന്യാമിൻ്റെ സർഗയാത്ര ശോഭോജ്വലമായ 4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. ബെന്യാമിൻ നടന്ന വഴികളിലൂടെ ഒരു നിശബ്ദ സഞ്ചാരം. മാന്തളിരിനെ ചുറ്റിപ്പറ്റി ജീവിതം കെട്ടിപ്പടുത്തിയിരിക്കുന്ന ഒരുപിടി മനുഷ്യരാണ് മാന്തളിരിനെ സജീവമായി നിർത്തുന്നത്. അതിന് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അധികമൊന്നും അവരെ മതിക്കുന്നില്ല. എന്നാൽ പള്ളിയെ സംബന്ധിച്ച് എന്നും അവർക്ക് വേണ്ടതിലധികം പ്രാധാന്യമുള്ളതാണ് താനും. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളിൽ ബെന്യാമിൻ ഇങ്ങനെ എഴുതി: സഭാ വഴക്കുകളാൽ കുപ്രസിദ്ധമാണ് മാന്തളിർ ദേശം. സർക്കാർ രേഖകളിൽ മാന്തുക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടെങ്കിലും സഭാരേഖകളിൽ ഇന്നും മാന്തളിർ തന്നെ. വർഷങ്ങളായി തുടർന്നു വരുന്ന ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കങ്ങളുടെ കേന്ദ്രബിന്ദുവായ വിശുദ്ധ സെന്റ് തോമസ് പള്ളിമുറ്റത്ത് കളിച്ചു വളർന്ന ബാല്യം ബെന്നി ഡാനിയൽ എന്ന ബാലനുണ്ടായിരുന്നു. തൻ്റെ ഉറ്റവരും ഉടയവരും പങ്കെടുത്ത ഇടവക സംഘർഷങ്ങളുടെ ഉണങ്ങാത്ത നോവ് ആ ബാലനിൽ ഉണ്ടായിരിക്കും. പിൽക്കാലത്ത് അവൻ വളർന്നു വലിയ എഴുത്തുകാരനായി മാറിയപ്പോൾ തൂലിക തുമ്പുകൊണ്ട് മലയാളി ആസ്വാദകരുടെ ഹൃദയത്തിലേക്ക് കോറിയിട്ടതും ആ നോവ് തന്നെയായിരിക്കണം. ഈ പള്ളിമുറ്റത്ത് കളിച്ചു വളർന്നൊരു ബാല്യം ബെന്യാമിനുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു ദേശത്തെ കഥകളിലൂടെ ലോക മലയാളികൾക്ക് പരിചയപ്പെടുത്തി. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും എൻ്റെ നിരവധി ഓർമ്മകളും അനുഭവങ്ങളും ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ തന്നെ ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നടന്ന ഒരു അടിയുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ ഏറ്റവും ബാല്യത്തിലെ ഏറ്റവും പഴയ ഓർമ്മ എന്ന് പറയുന്നത്. അന്നൊന്നും ഒരുപക്ഷെ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ദേശത്തെ സാഹിത്യത്തിന് വേണ്ടി അടയാളപ്പെടുത്താൻ കഴിയുമെന്നോ ഈ ദേശം സാഹിത്യത്തിലേക്ക് എന്തെങ്കിലും കടന്നു വരുമെന്നോ ഒന്നും. വളരെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് സാഹിത്യകാരനാവുകയും സാഹിത്യം ജീവിതത്തിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്തപ്പോൾ പലതരത്തിലുള്ള ദേശത്തിൻ്റെ കഥകൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്. മയ്യഴിയെക്കുറിച്ച് വായിക്കുന്നു, അല്ലെങ്കിൽ തസ്രാഗിനെക്കുറിച്ച് വായിക്കുന്നു, മറ്റനേകം ദേശങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ എൻ്റെ ദേശത്തിന് മാത്രം അങ്ങനെയൊരു കഥകളൊന്നും ഇല്ലല്ലോ, എൻ്റെ ദേശത്തിന് പറയാൻ കഥകളൊന്നും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഓർമ്മകളിലേക്ക്, എൻ്റെ ബാല്യത്തിലേക്ക് ഒക്കെ മടങ്ങിപ്പോവുകയും യഥാർത്ഥത്തിൽ ഇവിടെയും വ്യത്യസ്തമായ ചില കഥകളുണ്ട്, അടയാളപ്പെടുത്താത്ത ചില മനുഷ്യരുടെ ജീവിതങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാവുകയും അതിലേക്ക് ഒരു പിന്നടത്തം നടത്തുകയും അതിൽ നിന്ന് ചില കഥകൾ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിശ്ചയമായിട്ടും അത് മലയാളി വായനക്കാർ സ്വീകരിച്ചു, വായിച്ചു, അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ ബാല്യങ്ങളിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് തന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള ഓരോ നിമിഷവും. ബെന്യാമിൻ്റെ ആടുജീവിതം താൻ വായിക്കുന്ന ആദ്യത്തെ നോവലാണെന്ന് പറഞ്ഞ ഒട്ടേറെ പേരെ എനിക്കറിയാം. അതുവഴി മലയാള സാഹിത്യത്തിൻ്റെ ഒരു പ്രധാന മണ്ഡലത്തിലേക്കും വേദിയിലേക്കും കടന്നു വരുവാനും പിന്നീട് പല എഴുത്തുകാരുടെയും കൃതികൾ തേടിപ്പിടിച്ച് വായിക്കുവാനും ആ ആദ്യ വായനക്കാരെ അത് സജ്ജമാക്കി എന്നുള്ളതാണ് ബെന്യാമിൻ നമ്മുടെ ഭാഷയ്ക്ക് ചെയ്ത ഒരു വലിയ സേവനം എന്ന് ഞാൻ വിചാരിക്കുന്നു. വായന മരിക്കുന്നു എന്ന മുറവിളി ഉയരുന്ന ഈ കാലത്താണ് ബെന്യാമിൻ്റെ പുസ്തകങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നത്. ആടുജീവിതം മലയാളത്തിൽ പുതിയൊരു വായനാ സംസ്കാരം തന്നെ സൃഷ്ടിച്ചു. എഴുത്ത് ബെന്യാമിന് സ്വയം പ്രകാശനം മാത്രമല്ല, സർഗാത്മക രാഷ്ട്രീയ പ്രവർത്തനവും ആത്മീയ പ്രതികരണവും കൂടിയാണ്. ലളിതമായ ഭാഷയും അതിശക്തമായ പ്രമേയങ്ങളുമാണ് ആ എഴുത്തിൻ്റെ കാമ്പും കരുത്തും. അതുകൊണ്ടുകൂടിയായിരിക്കാം ബെന്യാമിൻ്റെ അക്ഷരങ്ങളെ മലയാളികൾ ഇത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും.
അദ്ദേഹം മനുഷ്യൻ്റെ സങ്കടങ്ങൾ എന്ന് പറയുന്നത് ഏത് ദേശത്തെ സംബന്ധിച്ചിടത്തോളവും ദേശാതിർത്തികൾക്കപ്പുറത്തും കാലാതീതമായും എത്രത്തോളം പ്രസക്തമാണ് എന്നത് കണ്ടറിഞ്ഞ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ 25 വർഷം പൂർത്തിയാകുന്ന ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. തുടരെഴുത്തുകൾ ധാരാളമായി ഉണ്ടാകട്ടെ. മലയാളം കാത്തിരിക്കുന്ന ഒരുപക്ഷെ ലോകമെമ്പാടും അറിയപ്പെടുന്ന മഹാനായ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ബെന്യാമിൻ്റെ കാലത്ത് ജീവിക്കുന്നു എന്നുള്ളത് എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ആശംസകൾ. അപ്പോൾ കുടുംബം ഞങ്ങൾ 4 പേരും 4 ഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാം. വൈഫ് ഇപ്പോഴും ബഹ്റിൽ തന്നെ ജോലി ചെയ്യുന്നു, നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ മിനിസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത്. മകൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം പഠനം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കമ്പനിയിൽ, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടിങ് കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചു. മകള് +2 കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. ഇടയ്ക്ക് അവധിക്കും ഒക്കെ ഞങ്ങൾ കാണും. കഴിഞ്ഞൊരു പതിറ്റാണ്ടായി ബെന്യാമിൻ്റെ കുടുംബത്തിലെ ഒരംഗമാണ് സുഹൃത്തും മാനേജരുമായ രഞ്ജിത്ത്. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്കുള്ള ബെന്യാമിൻ്റെ യാത്രയിൽ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളുമായി മാനേജർ ഒപ്പമുണ്ട്. ഒരുപാട് കാലമായി ബെന്യാമിൻ സാറിൻ്റെ മാനേജർ എന്ന നിലയിൽ ചേട്ടൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 25 വർഷം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്, വളരെ ശോഭോജലമായ 25 വർഷം എഴുത്തിൻ്റെ, എന്താണ് അതിൻ്റെ ആ സന്തോഷത്തെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വ്യക്തിപരമായി ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സാറുമായിട്ട് ഏകദേശം ഒരു 10 വർഷത്തെ ഒരു ആത്മബന്ധമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ജൂനിയർ സാറിനെക്കാട്ടി. അപ്പം ഒന്ന് പരിചയപ്പെടണമെന്നൊരു ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. ആ പരിചയത്തിലൂടെ പിന്നെ എന്നെ സന്തോഷാചാര്യയെ പോലെ കൂടെ കൂട്ടി. ഇപ്പം എന്താ പറയുക, ഏത് നിമിഷവും എനിക്ക് ആ വീട്ടിലായാലും വിളിക്കാതെ ഒരു മുൻകൂട്ടി ചോദിക്കാതെ ചെന്ന് കയറാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ വരുന്നൊരു ആ രീതിയിലേക്ക് ഞങ്ങളുടെ ബന്ധം വളർന്നുകൊള്ള. അപ്പം സാറുമായിട്ടൊരു ഞാനിപ്പോൾ 2-3 വർഷമായുള്ളൂ സാറിൻ്റെ മാനേജർ എന്നുള്ള പോസ്റ്റ്. ഫ്രണ്ട്ഷിപ്പാണ് നല്ല, ഈ മാനേജർ എന്നതിലുപരി സുഹൃത്തുക്കൾ എന്ന് പറയാം, കാരണം പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോഴും ഒരുമാതിരി കാര്യങ്ങൾ ഞാനാണെങ്കിൽ തന്നെയും സാറിൻ്റെ മെമ്മറിയിൽ സാറ് പ്രോഗ്രാംസ് എല്ലാം സാറ് ചാർട്ട് ചെയ്ത് വെക്കും ഫോണിലും. ചില ദിവസം എനിക്ക് പോലും ഞാൻ സാർ 25 26 ചോദിക്കുമ്പോൾ സാർ എന്നോട് ഇങ്ങോട്ട് പറയും 26 അല്ല 25 ഈ ഡേറ്റ് കാര്യങ്ങൾ പറയും. അപ്പം ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള സാർ ഇത്രയും വർഷം ഒരുപാട് പ്രോഗ്രാംസുകൾ പോയിട്ടുള്ളതായതുകൊണ്ട് മെമ്മറിയിൽ അല്ലെങ്കിൽ ഫോണിൽ സാർ അത് കറക്റ്റായിട്ട് സൂക്ഷിച്ചു. ഒരു പ്രോഗ്രാം പോലും സാറിൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മിസ്സാവത്തില്ല. ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ലാത്ത ഒരു മനുഷ്യത്വത്തിൻ്റെ അടിത്തറ ബെന്നിക്കുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലും ഒക്കെ വന്നിട്ടുണ്ട്. ബെന്നിയുടെ 25ാമത്തെ ഈ സാഹിത്യ വർഷത്തിൽ എനിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാം വല്ല നല്ലത് വരാൻ എല്ലാ സമയത്തും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. വളരെ സന്തോഷം. നന്ദി. മലയാളത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാരുടെ മുൻനിരയിലേക്ക് സിംഹാസനം പിടിച്ചിട്ടിരിക്കുമ്പോഴും കൃത്യവും സ്വതന്ത്രവുമായ തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും രാഷ്ട്രീയവും ബെന്യാമിൻ പ്രകടിപ്പിക്കാറുണ്ട്. സഹജീവികളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും നന്മയും പ്രതിബദ്ധതയും എഴുത്തിൽ മാത്രം പോരാ, ജീവിതത്തിലും അതുണ്ടാകണമെന്ന് നിർബന്ധമുള്ള എഴുത്തുകാരനാണ് ബെന്യാമിൻ. മലയാളിക്ക് ഒരുപക്ഷെ ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഇത്രയേറെ സുപരിചിതനായ, ഒരുപക്ഷെ ഇത്രയേറെ പോപ്പുലറായ ഒരു എഴുത്തുകാരൻ ബെന്യാമിനെ പോലെ ഒരാളുണ്ടാവില്ല. കാരണം ബെന്യാമിനെക്കുറിച്ച് തമാശന് പൊൻതൽ കുഞ്ഞബ്ദുള്ള പറയുമായിരുന്നു, ഇവനും ചങ്ങമ്പുഴയാണ് ആടിനെ കൊണ്ട് രക്ഷപ്പെട്ട 2 പേരും. എനിക്ക് ബെന്യാമിനോടുള്ളൊരു പല സമയങ്ങളിലും തോന്നിയിട്ടുള്ള ബഹുമാനങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നിശ്ചയദാർഢ്യമാണ്. ബെന്യാമിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്താണ്. അദ്ദേഹം പിന്നീട് കേരളത്തിൽ വന്നതിന് ശേഷം ബെന്യാമിൻ ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് എപ്പോഴും തുറന്നിരിക്കുന്നു. അദ്ദേഹം കുക്ക് ചെയ്യും, അതേ സമയത്ത് തന്നെ ഇടയ്ക്ക് വന്നിട്ട് എഴുതും. അപ്പോൾ അങ്ങനെ ഒരു ഏത് സമയത്തും താൻ എഴുത്തിൽ തന്നെയാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനപ്പുറം ഇപ്പോൾ എഴുത്തിനും കലയ്ക്കുമെല്ലാം രാഷ്ട്രീയം പ്രകടിപ്പിക്കാനും രാഷ്ട്രീയം പറയാനുമുള്ള ഒരു ആവശ്യകത ഉണ്ട് എന്ന് സാറ് പലയിടത്തും പറഞ്ഞും എഴുതിയും കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ
ഒരു രാഷ്ട്രീയ അവസ്ഥയെ സാർ എങ്ങനെയാണ് കാണുന്നത്? എഴുത്ത് എല്ലാ കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. പലവിധത്തിലുള്ള രാഷ്ട്രീയങ്ങൾ, അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെക്കുറിച്ച്, ദളിത് ജീവിതങ്ങളെക്കുറിച്ച്, അന്യവൽക്കരിക്കപ്പെട്ടവരെക്കുറിച്ചുള്ള ജീവിതങ്ങൾ പറയൽ തന്നെയാണ് എഴുത്തിൻ്റെ പ്രാഥമികമായ ദൗത്യം. അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. സമകാലിക ഇന്ത്യയിൽ അത് വളരെ പ്രസക്തമാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം എല്ലാത്തരം പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒരു രാജ്യത്ത് അതിനെ മുന്നോട്ട് നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം എഴുത്തുകാരിൽ നിക്ഷിപ്തമാണ്. അവർ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നും എഴുത്തുകാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും പിന്തുണ ലഭിക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എഴുത്തുകാരുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഈ രാജ്യത്തെ നന്നാക്കുക എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവരും അവരവരുടെ സുരക്ഷിതമായ കോണുകളിൽ ഒതുങ്ങിയിരിക്കുന്നതിന് പകരം സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവർ പുറത്തിറങ്ങുകയും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള കുളനടയിൽ മാന്തുക എന്ന ഗ്രാമത്തിലെ ഒരു ഇടത്തരം സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ബെന്യാമിൻ്റെ ജനനം. മാന്തുക ഗവൺമെൻറ് UPSലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. പത്തനംതിട്ട കാത്തലിക് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും കോയമ്പത്തൂർ നഞ്ചപ്പൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ഡിപ്ലോമയും പാസ്സായി. 21-ാം വയസ്സിൽ ബെന്യാമിൻ ഗൾഫിലെത്തി. സ്കൂൾ കാലത്തെ സഹപാഠികളും കളിക്കൂട്ടുകാരും തന്നെയാണ് എഴുത്തിന് പ്രോത്സാഹനങ്ങളുമായി അന്നും കൂടെയുണ്ടായിരുന്നത്. ബെന്യാമിൻ്റെ സർഗാത്മകതയുടെ തുടക്കം കൂട്ടുകാർക്കെഴുതിയ സുദീർഘമായ കത്തുകളിലൂടെയായിരുന്നു. ഒറ്റപ്പെടലും വിരസതയും മാറ്റാൻ അക്കാലത്ത് എഴുതിയിരുന്ന കത്തുകളുടെ ഉള്ളടക്കങ്ങളിൽ വായിച്ച പുസ്തകങ്ങളുടെ ഉദ്ധരണികളും വാചകങ്ങളും ആസ്വാദനവുമെല്ലാം കടന്നുകൂടി. ഈ സരസ്വതി ക്ഷേത്രത്തിലിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. ഒരുപാട് എനിക്ക് മാത്രമല്ല, ബിജുവിന് മാത്രമല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കല്ല, ഞങ്ങളുടെ അന്നൊന്ന് ഒപ്പം പഠിച്ച പെൺകുട്ടികൾക്കും ആൺകുട്ടികളും ഒക്കെ. എന്നിരുന്നാലും ഒരു കാലത്ത് നമുക്ക് ഒരാളെ പറ്റി വിധി പറയാൻ പറ്റില്ല. ഇയാൾ ഇന്നതാവും, ഇയാൾ ഭാവിയിൽ ഇന്നതായേക്കാം. പക്ഷെ അക്കാലത്ത് ഇതൊന്നും അല്ല ചിന്ത. സ്കൂളിൽ വരിക, അടിച്ചു പൊളിക്കുക, സാറുമാരെ രണ്ട് തള്ളി മേടിക്കുക, ഇതൊക്കെയാണ് അന്നത്തെ പ്ലാൻഡായിട്ട് വരുന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ. ഒരു എഴുത്തുകാരനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കത്തുകളിൽ കൂടി മനോഹരമായ വരികൾ എഴുതുമായിരുന്നു. ഒരു കാലത്ത് ആ കത്തുകൾ ഞാൻ സൂക്ഷിച്ചു വെക്കുക. ഞാൻ ബോംബെയിലൊക്കെ ഉള്ളപ്പോൾ ഒരു കത്ത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബോംബെയിൽ ഷിപ്പ് യാർഡിൽ 3 വർഷം ജോലിക്ക് പോയി. അപ്പോൾ ഇവൻ മാസം വരുന്ന കത്തുകൾ അവിടെ വൈകിട്ട് വരും, എടുത്ത് നോക്കി എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ കുളനടയിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. ഞാൻ കുളനടയിൽ തന്നെ ഉണ്ട്. കുറേ കാലം പുറത്തു പോയെങ്കിൽ പോലും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരീരം കൊണ്ടും ഇവിടെ ഉണ്ട്. പുതിയ തലമുറയ്ക്ക് അതില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അത്രത്തോളം ഈ വേരുകളിൽ കടന്ന് ഇവിടുത്തെ പാടത്ത് കളിച്ചും ഇവിടുത്തെ പുഴയിൽ നീന്തിയും ഒക്കെ കളിച്ച് വളർന്ന് വന്നവരാണ്. ഞങ്ങൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും. ഈ ഒരു 25 വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ ഈ ബെന്യാമിൻ്റെ മാസ്റ്റർ പീസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന പുസ്തകം ഏതാണ്? എഴുത്തുകാരന് മാറിയിട്ട് ബെന്യാമിൻ എന്ന വായനക്കാരനോട് ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ചായിരിക്കും. എന്തുകൊണ്ടാണ് മാന്തളർ എനിക്ക് പ്രിയപ്പെട്ട പുസ്തകമാവുന്നതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എൻ്റെ ബാല്യവുമായും കൗമാരവുമായും എൻ്റെ മൊത്തം ജീവിതവുമായും കുടുംബവുമായും നാടുമായും ഒക്കെ ആഴത്തിൽ ഇഴചേർന്ന് കിടക്കുന്ന പുസ്തകത്തിലൊന്നാണ് മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. അതെന്നെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നതാണ്, എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതാണ്. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ സങ്കല്പങ്ങളും എൻ്റെ ഭീതികളും ഒക്കെ ഉൾച്ചേർന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളോട് മറ്റു പുസ്തകങ്ങളെക്കാൾ അധികമായ ഒരു താല്പര്യമോ ഇഷ്ടമോ മികച്ചതോ ആണോ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത്. ബെന്യാമിൻ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ്. അവാർഡുകളുടെ മലവെള്ളപ്പാച്ചിലോ
വിമർശനങ്ങളുടെ മണൽത്തിട്ടകളോ ആ ഒഴുക്കിൻ്റെ ദിശ മാറ്റുന്നില്ല. ഒഴുകുന്ന ദേശങ്ങളിലെ ഇരു കരകളെയും ജൈവികവും ബൗദ്ധികവും സാംസ്കാരികവുമായി സമ്പുഷ്ടമാക്കുന്ന ഒരു നദി പോലെ ഒഴുകിപ്പരക്കുകയാണ്. ഇനിയും ഒരുപാട് കാതങ്ങൾ മുന്നോട്ടുള്ള യാത്ര. മലയാളി ആസ്വാദക ഹൃദയങ്ങളിലേക്കുള്ള ഒരു സർഗജലപ്രവാഹം.